KSRTC ഓർഡിനറി ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര നടത്താമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനം വിളിച്ച് ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ആശങ്ക ഉള്ള ഒരു ജനവിഭാഗമുള്ളത് സ്വകാര്യ ബസ് ഉടമകളാണ്. ഏതായാലും അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ സർക്കാർ നടത്തുന്ന സമയത്ത് അവരുടെ ആശങ്കകൾ സർക്കാരിനെ നേരിട്ട് കണ്ട് അറിയിച്ചതാണ്, മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അറിയിച്ചതാണ്. പക്ഷേ നിലവിൽ ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ്, എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളതാണ് നമ്മൾ തേടുന്നത്. എന്താണ് ഗോപിയേട്ട നിലവിൽ തീരുമാനം? അല്ല, ഞങ്ങൾ ഈ സർക്കാർ ഈ വിഷയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ഞങ്ങൾ കണ്ടിരുന്നു. അപ്പം ഞങ്ങളെയും കൂടി ഞങ്ങളുടെ കാര്യം കൂടി പരിഹരിച്ച് സ്വകാര്യ ബസ് ഉടമകൾ ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രാവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളെ കൂടി പരിഗണിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള ബ്രീഫിംഗ് നമ്മൾ കണ്ടപ്പോൾ 15-ാം തീയതി പ്രഖ്യാപിച്ചതിൽ ഉപരി ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട യാത്രാ സൗകര്യം നിർവഹിക്കുന്ന സ്വകാര്യ ബസ്സുകളെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞായിട്ട് ഞങ്ങൾ കേട്ടില്ല. ഈ സർക്കാരുകൾ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊന്നും നമുക്ക് എതിർ പറയാൻ കഴിയില്ല. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണത്. 5000 കോടി രൂപ മുതൽ മുടക്കി നടത്തുന്നൊരു വ്യവസായമാണത്. 50 ലക്ഷം രൂപ കൊടുത്തൊരു ബസ് വാങ്ങി അങ്ങനെ 10,000-ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ തകർക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുത്ത അതിനെതിരെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിഷേധം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യമന്ത്രിയുടെ വൈറ്റ് പേപ്പർ ധവളപത്രം നമ്മൾ കണ്ടപ്പോൾ അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ മാത്രം ജോലി ചെയ്യുന്ന 1 ലക്ഷത്തോളം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായും 1 ലക്ഷത്തിലധികം ആളുകൾ നേരിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങളത് കണ്ടില്ല. എന്തായാലും ഞങ്ങൾ ഈ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ കഠിനമായിട്ട് ബാധിക്കാനും 7 ജില്ലകളിൽ ചെറിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യത ഞങ്ങൾ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ കണ്ടത്. ഞങ്ങൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. കാണാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ അടിയന്തരമായിട്ട് തൃശ്ശൂരിൽ ഞങ്ങളുടെ സംസ്ഥാന സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്നാണത് നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ തൃശ്ശൂർ സംസ്ഥാന സമിതി യോഗം വിളിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന സമിതി യോഗ തീരുമാനത്തിന് ശേഷം ഞങ്ങൾ ബാക്കി സംസ്ഥാനത്തെ മുഴുവൻ സംഘടനകളുമായിട്ട് കൂടിയാലോചന നടത്തി ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ നിലനിർത്താനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് നീങ്ങാനാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് കരുതുന്നത്. അതെ, ഞങ്ങൾ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററെ ജനയുഗ യാത്ര പുതുയുഗ യാത്ര നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഈ മേഖലയുടെ ഈ വ്യവസായത്തിൻ്റെ പ്രതിസന്ധിയെ പറ്റി അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വ്യവസായം നടത്തുന്ന ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുകയെന്ന്. പക്ഷേ ആദ്യം തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വലിയൊരു അഡ്വാൻറ്റേജാണ് ഇത്. അതിലൊന്നും ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ ഈ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 വിഭാഗം, അപ്പോൾ ഒരു വിഭാഗത്തിന് ഇത് ഇപ്പോൾ KSRTCക്ക് ഓൾറെഡി 125 കോടി രൂപ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് KSRTC പറയണത് സർക്കാരിൻ്റെ സാമൂഹ്യ ബാധ്യതകൾ ഞങ്ങൾ നിറവേറ്റുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പൈസ തരേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. അതേ സാമൂഹ്യ ബാധ്യതകൾ സ്വകാര്യ ബസ് മേഖലയിലും നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഞങ്ങൾ 1 രൂപയ്ക്ക് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ അംഗവൈകല്യമുള്ളവർക്ക് ഞങ്ങൾ കൺസെഷൻ കൊടുക്കുന്നു. അതേമാതിരി ബ്ലൈൻഡ് അവർക്ക് കൺസെഷൻ കൊടുക്കുന്നു. സർക്കാർ പറയുന്ന എല്ലാ ഇതും സമയബാധ്യതകളും ഞങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവർക്ക് സാമ്പത്തികമായി സഹായിക്കുക ഈ മേഖലയിൽ യാതൊരു സഹായവും ഇല്ല പറയുമ്പോൾ ഞങ്ങൾ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു 80 കോടി രൂപയാണ് ഇതിൻ്റെ ബാധ്യത വരുന്നത്. ആ 80 കോടി രൂപ ബഡ്ജറ്റ് സർക്കാരിൻ്റെ ഖജനാവെന്ന് കൊടുക്കും. ഞങ്ങളെങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക? അതുകൊണ്ട് ഈ മേഖല ഞങ്ങൾ സമരമൊന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ പ്രതിഷേധം ചെയ്യേണ്ട കാര്യമില്ല. താമസിയാതെ കവിഞ്ഞാൽ ഞങ്ങൾക്ക് 2-3 ദിവസമൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തെക്കൻ ജില്ലകളിൽ ഒരു ദിവസം പോലും ഈ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അടിയന്തരമായിട്ട് ഈ മേഖലയിൽ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി ഇടപെട്ടില്ലെങ്കിൽ ഈ വ്യവസായം വരും ദിവസങ്ങളിൽ നിന്നു പോകുമെന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു പറയാം. അങ്ങനെ നിന്നുപോകാൻ അംഗീകരിക്കാൻ കഴിയില്ല. പ്രക്ഷോഭമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായിട്ടുള്ളൊരു കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലാണ്.
അല്ല, ഞങ്ങൾ സർക്കാർ ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണ് ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളങ്ങനെ സർക്കാർ ഒരു ജനക്ഷേമ പ്രകാരയുടെ പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ പ്രതിഷേധമായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ വില എന്താണെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളില്ലെങ്കിൽ ഒരു ദിവസം സ്വകാര്യ ബസ്സുകൾ നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തിയില്ലെങ്കിൽ ആ ഒരു പ്രഭാതം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതുകൊണ്ട് ഇത് പൊതുജനങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ നാട്ടിലെ പൊതുഗതാഗതം അപ്പാടെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. എന്തായാലും ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ പാതയും ഗവൺമെൻറ്റിന് മുമ്പിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ ബസ്സുകൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ബസ്സുകൾ നിന്ന് പോവും. ബസ്സുകൾ ഓടാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ജനങ്ങൾ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും നടപടി സ്വീകരിക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളിലേക്ക്, പദ്ധതി പ്രഖ്യാപനങ്ങളിലേക്കെല്ലാം സർക്കാർ കടക്കുന്ന സമയത്ത് തന്നെ സ്വകാര്യ ബസ് ഉടമകൾ അവരുടെ ആശങ്കകൾ പറഞ്ഞതാണ്. ആ സമയത്തെല്ലാം അവർക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും ഗതാഗത വകുപ്പ് മന്ത്രിയിൽ നിന്നും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് കൂടി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുള്ള പല അറിയിപ്പുകളും അവർക്ക് നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അതിൽ തങ്ങൾക്ക് ചില നീരസങ്ങളുണ്ട്. ഏതായാലും ആ വിഷയത്തിൽ നാളെ അടിയന്തരമായി തന്നെ ബസ് ഉടമകളുടെ യോഗം നാളെ തൃശ്ശൂരിൽ വെച്ച് വിളിച്ചു ചേർക്കും. അതിനുശേഷം പിന്നീട് പ്രക്ഷോഭമെങ്കിൽ പ്രക്ഷോഭം, അതല്ലെങ്കിൽ പിന്നീട് ഈ വ്യവസായം തന്നെ തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ബസ് ഉടമകൾ അവരുടെ ആശങ്കയായി പറയുന്നത്. പ്രക്ഷോഭമായി തങ്ങൾ പോയില്ലെങ്കിൽ തന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ താനേ ഈ ബസ് സർവീസുകളെല്ലാം മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു മേഖലയെ തന്നെ പൂർണ്ണമായി നശിക്കും. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകും. അത് വലിയ രീതിയിലുള്ള ബാധ്യത സംസ്ഥാനത്തിന് ഉണ്ടാക്കും എന്നുള്ളതാണ് ബസ് ഉടമകൾ അറിയിക്കുന്നതിലും അവരുടെ ആശങ്ക എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ പരിഗണിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പാക്കേജ്, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം. അതിനോടൊപ്പം തന്നെ ആ സ്വകാര്യ ബസ് വ്യവസായം നിലനിർത്താനുള്ള രീതിയിലുള്ള നടപടികളും പദ്ധതികളും സർക്കാരിന്റെ ഭാഗത്ത് വേണമെന്നുള്ളതാണ് ബസ് ഉടമകളുടെ ആവശ്യം. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.